face the challenges, one needs strength, flexibility, and consistency. Just like Bharati TMT, Green Pro Certified 550D TMT bus. Bharati TMT, build your homes with your ultimate all-rounded TMT. Bharati TMT, the all-rounded TMT. ചന്ദമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അറിഞ്ഞപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ലെക്സ്ഫെഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ TCV ദിനേശ്, ലെക്സ്ഫെഡ് സംസ്ഥാന സമിതി അംഗം ശ്രീ ശിവമോഹൻ CM, ജില്ലാ ട്രഷറർ ശ്രീ ബിജുലാലിന്റെ ഭാര്യ പിതാവ്, മറ്റ് ലെക്സ്ഫെഡ് അംഗങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, കേരളത്തിന്റെ 20ാമത് മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന സഖാവ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, സിനിമാ മേഖലയിലെ പ്രശസ്തരായ അഭിനേതാക്കൾ MT മാധവൻ, മോഹൻരാജ്, മേഘനാഥൻ, ദിലീപ് ശങ്കർ, ഹാസ്യ കലാകാരൻ കലാഭവൻ നവാസ്, രാഷ്ട്രീയ മേഖലയിലെ MM ലോറൻസ്, P രാജു, ശൂരനാട് രാജശേഖരൻ പോലുള്ള ദേഹവിയോഗത്തിൽ ലെക്സ്ഫെഡ് പത്തനാപുരം ഏരിയ 14ാമത് സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. ആവശ്യം വിളിച്ചാലും നമ്മളോടൊപ്പം നിന്ന് സഹകരിക്കുന്ന ഇപ്പോൾ സ്റ്റേറ്റ് ട്രഷറുമായി വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയകരനായിട്ടുള്ള ശ്രീ ഗിരീഷ് കുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമയത്ത് നമുക്ക് സമ്മേളനം നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ 7 ഏരിയകളാണുള്ളത്. അപ്പോൾ അതിൽ 3ാമത്തെ സമ്മേളനമാണ് ഇന്ന് പത്തനാപുരത്തിലെ ഏരിയ സന്ദർശനം നടക്കുന്നത്. ഈ ഒരു വർഷ കാലയളവിൽ, അതായത് കൺവെൻഷന് ശേഷമുള്ള ഒരു വർഷ കാലയളവിൽ നമുക്ക് അനവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്തുന്നതിനും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തിൽ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 14 ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ 4 യൂണിറ്റുകളാണുള്ളത്. ഒന്ന് പത്തനാപുരം, അതുപോലെ തന്നെ വിളക്കുടി, പിറവന്തൂർ, പട്ടാഴി, തലവൂർ എന്നീ 4 യൂണിറ്റുകൾ ചേർന്നതാണ് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത്. അതിൽ 82ലധികം റെഗുലർ മെമ്പേഴ്സും അതുപോലെ തന്നെ 15ലധികം വരുന്ന അസോസിയേറ്റീവ് മെമ്പേഴ്സിനെയും നമ്മൾ നമ്മുടെ ഏരിയയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഏരിയയുടെ സമ്മേളനത്തിന് മുമ്പ് തന്നെ നമുക്ക് 4 യൂണിറ്റ് സമ്മേളനങ്ങൾ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ യൂണിറ്റിലെ എല്ലാ PSCകൾ, അതുപോലെ തന്നെ എസ്പെഷ്യലി പറയുന്ന അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ മെൻസ്ഫെഡിൻ്റെ തനത് ക്ഷേമനിധി, അത് നമുക്ക് ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അതിശക്തമായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പം 58ലധികം മെമ്പേഴ്സ് നമ്മുടെ ഇന്ന് ക്ഷേമനിധിയിൽ നമ്മുടെ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒരു അംഗങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം പിരിവിട്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ധനസഹായം ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മുടെ ക്ഷേമതയുടെ ഭാഗമായിട്ട് നമ്മളൊരു മെഡിക്കൽ ക്ലെയിം കൂടെ നമ്മുടെ സംസ്ഥാന സമിതി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 35,000-ലധികം രൂപ നമ്മുടെ മെമ്പേഴ്സിന് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാലയളവിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രുതഗതിയിൽ തന്നെ നമ്മുടെ ബില്ലുകളും കാര്യങ്ങളും അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ നമ്മുടെ സംസ്ഥാന സമിതിയുടെ ജില്ലാ സമിതി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നമുക്ക് ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഫണ്ട് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ സംസ്ഥാന സമിതിക്ക് അതുപോലെ തന്നെ
എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചുള്ളൂ. ഇന്ന് നമ്മുടെ ഏരിയയിലെ എല്ലാ വ്യക്തികളും ഒരു 95-ലധികം വരുന്ന വ്യക്തികൾ ഇന്ന് പരസഹായം കൂടാതെ തന്നെ ഇന്ന് പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏരിയ, നമ്മുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ള ഫാക്കൽറ്റികളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കേസ്മാർട്ടിൻ്റെ ക്ലാസ്സുകൾ, അതായത് 8ലധികം ക്ലാസ്സുകൾ 3-4 യൂണിറ്റുകളിലും കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അംഗങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ട് പോകുവാൻ നമുക്ക് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ നമുക്കൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമെൻമെൻറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ജില്ലാ സമിതി, സംസ്ഥാന സമിതിയിലെ ജാബിർ സാർ, അതായത് നമ്മുടെ ബിൽഡിംഗ് റൂൾ കമ്മിറ്റി അംഗമായ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തന്നെ സാറ് നമുക്ക് എല്ലാവർക്കും ഒരു ബിൽഡിംഗ് റൂളിൻ്റെ അമെൻമെൻറ്റ് ക്ലാസ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരും അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100-ലധികം ആളുകളെ അവർക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഏരിയയുടെ പ്രത്യേക നന്ദി നമ്മുടെ ജില്ലാ സമിതിക്ക് നമ്മൾ അറിയിച്ചുള്ളത്. ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ തിരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി പരിപാടികൾ ഈ പ്രഖ്യാപനത്തിന്റെ പരഭാഗത്തുമുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ പരഭാഗത്തുമുണ്ട്. വൈകുന്നേരം മറ്റന്നാൾ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ഡൽഹിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അധ്യക്ഷനോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടത് എന്നെ ഒന്ന് വേഗം പോകാൻ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് തന്നെ ഉദ്ഘാടന പ്രസംഗം നടത്തുവാൻ എനിക്ക് അവസരം നൽകിയത്. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ, പ്രത്യേകം ഞാൻ നന്ദി പറയുക. ലൈസൻസ് ഫീൽഡിൻ്റെ ഈ സമ്മേളനം എന്തുകൊണ്ടും വളരെ പ്രത്യേകതയുള്ളതാണ്. പത്തനാപുരം താലൂക്കിലെ ലൈസൻസ് ഫീൽഡിന് ഇത്രയും അംഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ സംഘടനാ ശക്തി, നിങ്ങളുടെ സംഘടനയുടെ ശക്തി എത്രമാത്രം ശക്തി ഉള്ളതാണ്, നിങ്ങളുടെ സംഘടനാ ശക്തി എത്രമാത്രം നിങ്ങൾ ഉണ്ട് എന്നതിന് തെളിവാണ് ലൈസൻസ് എഞ്ചിനീയർമാരായ നിങ്ങളുടെ ഈ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ ഈ സംഘടന കേരളത്തിലെമ്പാടും ഒരു വലിയ പ്രസ്ഥാനമായി നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കിട്ടുവാനും ഭരണാധികാരികളുടെ മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ ഇത്തരമൊരു സംഘടന കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് സംശയമില്ല. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എന്ന ലൈൻസ്ഫെഡ് എന്ന ഈ സംഘടന ഇത്രയും ആളുകൾ പത്തനാപുരം താലൂക്ക് ഏരിയയിൽ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ആകമാനം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്രായിരം പേരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്, ഈ മേഖലയിൽ ഉള്ളത് എന്ന് നമുക്ക് സാമാന്യമായി ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംഘടനാ ശക്തി അത് പരമാവധി വർദ്ധിപ്പിക്കുകയും വിലപേശലുകളിലൂടെ ആ ബാർഗൈനിങ്ങിലൂടെ സർക്കാരിന്റെയും അധികാരികളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങളും അതുപോലെ നിങ്ങൾക്ക് ലഭിക്കേണ്ട സർക്കാരിന്റെ ഭാഗത്ത് ലഭിക്കേണ്ട സഹായങ്ങളും അത് നേടിയെടുക്കുവാൻ ഇത്തരമൊരു സംഘടന ആർജവത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലൈസൻസ് ഫെഡറേഷൻ നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ അധികം മാതൃകാപരവും ശ്ലാഘനീയവുമാണ്. അത് നമ്മുടെ നാടിന് അത്യാവശ്യമാണ്. നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടോ മാറ്റിക്കൊണ്ടോ കേരളത്തിൽ ഒരു വികസനവും നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങളുടെ പങ്കാളിത്തവും എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും പങ്കാളിത്തം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് അംഗീകരിച്ചിരുവാനും പരിഹരിക്കുവാനും
തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള വ്യത്യാസമില്ല. എല്ലാ മേഖലയിലും ഇത് സംഘടനകളുണ്ട്. സംഘടനകളില്ലാത്ത മേഖലകളൊന്നുമില്ല. ആ സംഘടനയിലൂടെയാണ് പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടന ലെൻസ് ഫ്രണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാരിന് കണ്ണടയ്ക്കാൻ കഴിയില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ലേബർ കോഡ് വന്നിരിക്കുന്നു. ലേബർ കോഡ് 20